വാർത്താ പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ആദ്യം ഇന്നത്തെ ഏറ്റവും പ്രധാന റിപ്പോർട്ടിലേക്ക്. കോടതിയുടെ മുന്നിലേക്ക് കേസ് ഡയറി. കണ്ണൂർ ADM കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ കേസ് ഡയറി വിളിച്ചു വരുത്തി ഹൈക്കോടതി. ഹർജിയിൽ പ്രത്യേക അന്വേഷണ സംഘ തലവൻ സത്യവാങ്മൂലം സമർപ്പിക്കണം. കേസിൽ അന്തിമ അന്വേഷണ റിപ്പോർട്ട് നൽകുന്നത് തടയണമെന്ന കുടുംബത്തിന്റെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചില്ല. രാവിലെ കേസ് പരിഗണിച്ച വേളയിൽ ആത്മഹത്യ സംബന്ധിച്ച കേസ് അല്ലേ എന്നായിരുന്നു ഹൈക്കോടതിയുടെ ചോദ്യം. കൊലപാതകമെന്നാണോ പറയുന്നതെന്നും അത് എന്തടിസ്ഥാനത്തിലാണെന്നും ഹൈക്കോടതി ചോദിച്ചു. ആത്മഹത്യയല്ല, കൊലപാതകമെന്ന സംശയമുണ്ടെന്ന് നവീൻ ബാബുവിന്റെ കുടുംബം അറിയിച്ചു. കേസിൽ പ്രത്യേക അന്വേഷണ സംഘമെന്നത് പേരിന് മാത്രമാണെന്നും ഹർജിക്കാരി വ്യക്തമാക്കി. പിന്നാലെ ഹർജിയിൽ സർക്കാരിനോടും CBIയോടും 10 ദിവസത്തിനകം നിലപാട് വ്യക്തമാക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു. കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ സത്യവാങ്മൂലം നൽകണമെന്നും കേസ് ഡയറി ഹാജരാക്കണമെന്നും നിർദ്ദേശമുണ്ട്. കേസിൽ അന്തിമ അന്വേഷണ റിപ്പോർട്ട് നൽകുന്നത് തടയണമെന്ന കുടുംബത്തിന്റെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചില്ല. SIT അന്വേഷണം പൂർത്തിയാക്കട്ടെയെന്നും കുറ്റപത്രം നൽകിയാലും CBI അന്വേഷണത്തിന് ഉത്തരവിടാനാകുമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. 24 കൊച്ചി. ഈ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില രാഷ്ട്രീയ പ്രതികരണങ്ങളും ഈ വാർത്താ പകലിൽ കണ്ടു. ADM കെ നവീൻ ബാബുവിന്റെ മരണം CBI അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മൊഴിയെടുപ്പ് പ്രഹസനമാണെന്ന് നവീൻ ബാബുവിന്റെ ബന്ധുവും CPM നേതാവുമായ മലയാലപ്പുഴ മോഹനൻ കുറ്റപ്പെടുത്തി. നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമാണെന്ന CPM വാദം നാടകമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനും ആരോപിച്ചു. സർക്കാരും CPMഉം നവീൻ ബാബുവിന്റെ കേസിൽ ഇരകളോടൊപ്പമല്ല, വേട്ടക്കാരോടൊപ്പമാണ്. പാർട്ടി സെക്രട്ടറി പോയി കുടുംബത്തോടൊപ്പമാണെന്ന് പറയുകയും പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ പോയി പ്രതിയെ ജയിലിൽ സ്വീകരിക്കുകയും ചെയ്ത വിരോധാഭാസമാണ്. സർക്കാർ ഇതിന്റെ അകത്ത് പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഈ കള്ളക്കളി അവസാനിപ്പിച്ചു. കുടുംബം ആവശ്യപ്പെടുന്നത് പോലെ CBI അന്വേഷണത്തിന് സർക്കാർ കോടതിയിൽ സമ്മതിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. SIT ഇവിടെ മൊഴിയെടുക്കാൻ വന്നു. ആ മൊഴിയെടുത്തതിന് ശേഷമാണ് ഈ കാര്യത്തിൽ സംശയം ഏറെ വന്നിട്ടുള്ളത്. കാരണം കേസ് അന്വേഷണം തൃപ്തികരമായ രീതിയിൽ തെളിയിക്കാനുള്ള ശ്രമമല്ല അവരുടെ ഭാഗത്തുനിന്നുള്ളത്. ആര് സംരക്ഷിക്കുമെന്ന് നമുക്കറിയില്ല. പക്ഷെ അന്വേഷണവുമായി ബന്ധപ്പെട്ട ആ കുടുംബത്തിന് തൃപ്തികരമാകുന്നില്ല. കേരളത്തിന്റെ പൊതുമനസാക്ഷി ആ കുടുംബത്തോടൊപ്പമുണ്ട്. പക്ഷേ CPMഉം പിണറായി വിജയനും വലിയ ചതി, ചരിത്രത്തിൽ ഇന്നേ വരെ ആരും കാണിക്കാത്ത ചതിയാണ് ആ കുടുംബത്തോട് ചെയ്തത്. എല്ലാവരും CBI അന്വേഷിക്കണമെന്നുള്ള ആഗ്രഹമാണ് പ്രകടിപ്പിക്കുന്നത്. കേരളത്തിൽ ആരോട് ചോദിച്ചാലും ഈ കേസിൽ CBI അന്വേഷണം വേണം. അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി കണക്കിലെടുക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ഈ കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം അതെവിടെ എത്തി നിൽക്കുന്നു എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ADM കെ നവീൻ ബാബുവിന്റെ മരണത്തിലെ ഗൂഢാലോചന ആരോപണം പരിഗണിക്കാതെയാണ് പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. ആത്മഹത്യാ പ്രേരണ എന്ന കണ്ടെത്തലിലും അനുബന്ധ തെളിവുകളിലും മാത്രമാണ് അന്വേഷണം ഇപ്പോൾ കേന്ദ്രീകരിക്കുന്നത്. PP ദിവ്യ ഒഴികെ മറ്റാരെയും ഇതുവരെ പ്രതി ചേർത്തിട്ടുമില്ല. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചതിന് ശേഷം പുതിയ കണ്ടെത്തലുകൾ ഇല്ല എന്നതും ശ്രദ്ധേയമാണ്. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചെങ്കിലും വഴിത്തിരിവാകുന്ന പുതിയ കണ്ടെത്തലുകൾ ഒന്നും ഇതുവരെയില്ല. ആദ്യ അന്വേഷണ സംഘം വിപുലീകരിച്ചു എന്നതൊഴിച്ചാൽ ഗൂഢാലോചന ആരോപണത്തിൽ കാര്യമായ അന്വേഷണ പുരോഗതിയില്ല. നവീൻ ബാബുവിന്റെ ഭാര്യ, കളക്ടറേറ്റിലെ ജീവനക്കാർ, കൈക്കൂലി ആരോപണം ഉന്നയിച്ച TV പ്രശാന്തൻ എന്നിവരുടെ മൊഴി രേഖപ്പെടുത്തി കോൾ ഡാറ്റ റെക്കോർഡുകൾ ശേഖരിച്ചു എന്നിവ അന്വേഷണ പുരോഗതി റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. എന്നാൽ കളക്ടറേറ്റ് ഔദ്യോഗിക വാഹനത്തിൽ സഞ്ചരിച്ച നവീൻ ബാബു ഒടുവിലിറങ്ങിയ മുനീശ്വരൻ കോവിൽ, തൊട്ടടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ, ക്വാർട്ടേഴ്സ് പരിസരം എന്നിവിടങ്ങളിലെ CCTV ദൃശ്യങ്ങളും ആരോപണ നിഴലിലായവരുടെ കോൾ ഡാറ്റ റെക്കോർഡുകളും അക്കമിട്ട് ശേഖരിച്ചോ എന്നതിൽ അവ്യക്തത നീങ്ങിയിട്ടില്ല. തെറ്റുപറ്റിയെന്ന് നവീൻ ബാബു പറഞ്ഞതായി കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ K വിജയൻ മൊഴി നൽകിയിരുന്നു. ഇക്കാര്യത്തിലെ തുടർ പരിശോധനകളിൽ പുരോഗതിയില്ല. കൈക്കൂലി വാങ്ങിയെന്നാരോപിച്ച് വിവാദ പെട്രോൾ പമ്പ് അപേക്ഷകൻ TV പ്രശാന്തൻ മുഖ്യമന്ത്രിക്ക് നൽകിയതായി അവകാശപ്പെട്ട പരാതി വ്യാജമെന്ന സംശയം ബലപ്പെടുത്തുന്ന തെളിവുകൾ പുറത്തുവന്നെങ്കിലും ആ വഴിക്കും അന്വേഷണം നീങ്ങിയില്ല. പരാതി തയ്യാറാക്കാൻ ഉന്നതരുടെ ഇടപെടൽ ഉണ്ടായി എന്ന ആരോപണത്തിലും അന്വേഷണമില്ല. നിലവിൽ കേസിലെ ഏക പ്രതി മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ മാത്രം. 24 കണ്ണൂർ.
ഇത്തരം ആക്ഷേപങ്ങൾ കടുക്കുന്നതിനിടെയാണ് ADMK നവീൻ ബാബുവിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച കൈക്കൂലി ആരോപണം ഉന്നയിച്ച കരാറുകാരൻ TV പ്രശാന്തനെതിരെ അന്വേഷണ റിപ്പോർട്ട് പൂഴ്ത്തി എന്ന വിവരം കൂടി ഇപ്പോൾ വരുന്നത്. അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് നൽകാനാകില്ല എന്നാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത്. വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യത്തിനാണ് ആരോഗ്യവകുപ്പിന്റെ ഈ മറുപടി. പരിയാരം മെഡിക്കൽ കോളേജിലെ ഇലക്ട്രിക്കൽ വിഭാഗം ജീവനക്കാരനായിരുന്ന TV പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് ആരോഗ്യവകുപ്പിനോട് വിവരങ്ങൾ തേടിയത്. ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി നേരിട്ട് നടത്തിയ അന്വേഷണത്തിന്റെ ശുപാർശ, അന്വേഷണ റിപ്പോർട്ട്, പെട്രോൾ പമ്പ് തുടങ്ങാൻ TV പ്രശാന്ത് അനുമതി തേടിയിട്ടുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾക്കാണ് വിവരാവകാശ നിയമപ്രകാരം മറുപടി തേടിയത്. പക്ഷേ ആരോഗ്യവകുപ്പിന് എല്ലാ ചോദ്യങ്ങൾക്കും ഒരു മറുപടിയേ ഉള്ളൂ. അതിങ്ങനെ: ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അന്വേഷണവും കോടതി നടപടികളും നടക്കുന്നതിനാൽ റിപ്പോർട്ടോ മറുപടിയോ തരാനാകില്ല. പെട്രോൾ പമ്പ് തുടങ്ങാൻ അനുമതി തേടിയിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രിയും സസ്പെൻഷൻ ഉത്തരവിലും പറയുന്നുണ്ട്. എന്നിട്ട് ആ ചോദ്യത്തിന് പോലും ആരോഗ്യവകുപ്പ് മറുപടി പറയുന്നില്ല. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ടില്ല. സർവീസ് ചട്ടങ്ങളുടെ ലംഘനം നടത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിച്ചാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറി പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്യാൻ ശുപാർശ നൽകിയത്. ഈ റിപ്പോർട്ടും പോലീസിന്റെ കേസന്വേഷണവുമായും ഒരു ബന്ധവുമില്ലാതിരുന്നിട്ടും റിപ്പോർട്ട് പുറത്തുവിടാതെ ആരോഗ്യവകുപ്പ് ഒളിച്ചു കളിക്കുന്നു. TV പ്രശാന്തിനെതിരെ പരാമർശമുള്ള ഒരു റിപ്പോർട്ട് പോലും പുറത്തു വരരുത് എന്ന് ആഗ്രഹിക്കുന്ന സർക്കാരിലെ ഉന്നതൻ ആരായിരിക്കും? ആരോഗ്യവകുപ്പിലെ ഏത് ഉദ്യോഗസ്ഥനാണ് TV പ്രശാന്തിനെ സംരക്ഷിക്കുന്നത്? ആരോഗ്യമന്ത്രി കൂടി അറിഞ്ഞിട്ടാണോ വിവരാവകാശത്തിന് ഇത്തരമൊരു മറുപടി നൽകിയത് എന്നും ഇനി പുറത്തു വരേണ്ടതുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ, 24, തിരുവനന്തപുരം. ഇന്നത്തെ മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക് കൂടി വാർത്താ മഴ കടക്കുകയാണ്. അദാനിയെ ചൊല്ലി വീണ്ടും പ്രതിഷേധം. അദാനിക്കെതിരായ അഴിമതി ആരോപണത്തിൽ പ്രക്ഷുബ്ധമായി പാർലമെന്റ്. അദാനി വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളും തുടർച്ചയായ 2ാം ദിവസവും തടസ്സപ്പെട്ടു. അദാനിയെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ഗൗതം അദാനിക്കെതിരെ കൈക്കൂലി കുറ്റം ചുമത്തിയിട്ടില്ല എന്ന് അദാനി ഗ്രൂപ്പ് വിശദീകരിച്ചു. ഗൗതം അദാനിക്കെതിരെ ഉയർന്ന അഴിമതി ആരോപണം പാർലമെന്റിന്റെ ഇരുസഭകളെയും തുടർച്ചയായി 2ാം ദിവസവും പ്രക്ഷുബ്ധമാക്കി. प्रश्न संख्या 21 मीडिया के अंदर लाया जाता था, वो एडिटोरियल चेक आज खत्म हो गया है. उस एडिटोरियल ലോക്സഭ സമ്മേളിച്ച ഉടൻ തന്നെ പ്രതിപക്ഷം ബഹളമുയർത്തിയതോടെ സഭ തടസ്സപ്പെട്ടു. 12 മണിക്ക് വീണ്ടും സമ്മേളിച്ചപ്പോഴും പ്രതിപക്ഷം ബഹളം തുടർന്നു. നടപടിക്രമങ്ങളുമായി മുന്നോട്ടു പോകാൻ സർക്കാർ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. सभा की कार्रवाई गुरुवार दिनांक 28 नवंबर 2026 को प्रातः 11 बजे तक के लिए स्थगित की जाती है. അദാനി വിഷയം ചർച്ച ചെയ്യണമെന്ന അടിയന്തര പ്രമേയ നോട്ടീസുകൾ ചെയർമാൻ തള്ളിയതോടെ പ്രതിപക്ഷ ബഹളത്തിൽ രാജ്യസഭയും പിരിഞ്ഞു. മുതിർന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ആണ് ഇന്ന് രാജ്യസഭയിൽ വിഷയം ഉന്നയിച്ചത്. അദാനിയെ സർക്കാർ സംരക്ഷിക്കുകയാണെന്നും അദാനിയെ അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും സഭയ്ക്ക് പുറത്തുവെച്ച് രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. Which world are you living in, brother? Obviously, he's going to deny the charges. Point is, he has to be arrested, as we have said. Hundreds of people are being arrested on tiny charges. The gentleman has been indicted in the United States for thousands of crores. He should be in jail. അദാനിക്കെതിരായ അമേരിക്കയിലെ കുറ്റപത്രത്തിൽ സെക്യൂരിറ്റീസ് തട്ടിപ്പ്, ക്രിമിനൽ ഗൂഢാലോചന അടക്കമുള്ള 3 കുറ്റങ്ങൾ ചുമത്തിയതായി അദാനി ഗ്രൂപ്പ് സമ്മതിച്ചു. എന്നാൽ ഗൗതം അദാനി, സാഗർ അദാനി, വിനീത് ജെയിൻ എന്നിവർക്കെതിരെ കൈക്കൂലി കുറ്റം ചുമത്തിയിട്ടില്ലെന്നുമാണ് അദാനി ഗ്രൂപ്പിന്റെ വിശദീകരണം. 24, ഡൽഹി. വഖഫ് നിയമ ഭേദഗതി ബില്ല് പരിഗണിക്കുന്ന സംയുക്ത പാർലമെന്ററി സമിതി ഇന്ന് യോഗം ചേരും. വൈകിട്ട് 3:30-ക്കാണ് യോഗം. കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയത്തിൽ നിന്നുള്ള പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കും. ഇന്നത്തെ യോഗത്തിന് ശേഷം അന്തിമ റിപ്പോർട്ടിന് രൂപം നൽകാനാണ് സമിതി അധ്യക്ഷൻ ജഗദംബിക പാലിന്റെ നീക്കം. ഈ ആഴ്ച അവസാനത്തോടെ റിപ്പോർട്ട് സമർപ്പിക്കാൻ സർക്കാർ സമിതി അധ്യക്ഷനോട് ആവശ്യപ്പെട്ടിരുന്നു. അടുത്ത ആഴ്ച ബില്ല് സഭയിൽ അവതരിപ്പിക്കാനാണ് സർക്കാർ നീക്കം. എന്നാൽ പരിശോധനകൾക്കായി കൂടുതൽ സമയം വേണമെന്നാവശ്യപ്പെട്ട് സമിതിയിലെ പ്രതിപക്ഷ അംഗങ്ങൾ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് നൽകിയിരുന്നു.
മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്ക് കേന്ദ്ര സഹായം ആവശ്യപ്പെട്ട് കേരളത്തിൽ നിന്നുള്ള എംപിമാർ ഒറ്റക്കെട്ടായി പ്രധാനമന്ത്രിയെ കാണുമെന്ന് NK പ്രേമചന്ദ്രൻ. പ്രധാനമന്ത്രിയെയും കേന്ദ്ര ധനമന്ത്രിയെയും കാണാനാണ് തീരുമാനം. ആദ്യഘട്ടത്തിൽ കേന്ദ്ര ധനമന്ത്രിയെ കണ്ട് ചർച്ച നടത്തുമെന്നും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധങ്ങളിലേക്ക് കടക്കുമെന്നും NK പ്രേമചന്ദ്രൻ വ്യക്തമാക്കി. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇനിയും കേന്ദ്ര സഹായം ലഭ്യമാകാത്ത നടപടിയിലുള്ള പ്രതിഷേധം പ്രകടിപ്പിക്കുക എന്ന് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. പാർലമെന്റിനകത്തും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയെ കാണുന്നതും ധനമന്ത്രിയെ കാണുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അത് LDF UDF വ്യത്യാസമില്ലാതെ തന്നെ കൂട്ടായി തന്നെ പ്രധാനമന്ത്രിയെ കണ്ട് ഈ പ്രശ്നം ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് കുറെ അധികം പ്രശ്നങ്ങളുണ്ട്. ഏകപക്ഷീയമായി ബുൾഡോസ് ചെയ്തുകൊണ്ട് ഒരു റിപ്പോർട്ടുണ്ടാക്കി ബില്ല് പാസ്സാക്കി എടുക്കുക എന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും പ്രതിപക്ഷം എന്ന നിലയിൽ കൂടിയാലോചിച്ചുകൊണ്ട് ആ കാര്യത്തിൽ നിലപാട് സ്വീകരിക്കും. ഉപതെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ പാലക്കാട് BJPയിലും സംസ്ഥാന നേതാക്കൾക്കിടയിലും ഉണ്ടായ തർക്കത്തിൽ ഇടപെട്ട് BJP ദേശീയ നേതൃത്വം. പ്രശ്നപരിഹാരത്തിനായി കേന്ദ്ര നേതൃത്വം കേരളത്തിലെ നേതാക്കളുമായി ചർച്ച നടത്തും. സംസ്ഥാന നേതൃത്വത്തെ വിമർശിച്ച് രംഗത്തെത്തിയ മുതിർന്ന നേതാവ് N ശിവരാജനും പാലക്കാട് നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരനുമെതിരെ നടപടിയെടുക്കുന്നതിൽ പാർട്ടിയിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. സംസ്ഥാന BJPയിൽ സമാനതകളില്ലാത്ത പ്രതിസന്ധി തുടർന്നതോടെയാണ് പ്രശ്നപരിഹാരത്തിനുള്ള നീക്കങ്ങൾ കേന്ദ്ര നേതൃത്വം ആരംഭിച്ചത്. സംസ്ഥാന ജില്ലാ നേതാക്കളുമായും പാലക്കാട് കൗൺസിലർമാരുമായും ചർച്ച നടത്തും. ഡിസംബർ 7-8 തീയതികൾ നടക്കുന്ന തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ എല്ലാ വിഭാഗത്തിന്റെയും പരാതികൾ കേൾക്കും. പരസ്യ പ്രസ്താവനകൾ പാടില്ലെന്ന് കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചു. സംസ്ഥാന നേതൃത്വത്തെ വിമർശിച്ച് രംഗത്തെത്തിയ മുതിർന്ന നേതാവ് N ശിവരാജനും പാലക്കാട് നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരനുമെതിരെ നടപടിയെടുക്കുന്നതിനും പാർട്ടിയിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. ഇവർക്കെതിരെ നടപടിയെടുത്താൽ പാലക്കാട്ടെ കൗൺസിലർമാർ പാർട്ടി വിടുമോ എന്ന ആശങ്കയുണ്ട്. സന്ദീപ് വാര്യർ ചില കൗൺസിലർമാരുമായി ആശയവിനിമയം നടത്തിയതായും നേതൃത്വത്തിന് വിവരമുണ്ട്. 24 കൊച്ചി. BJPയിലെ തർക്കങ്ങൾക്കിടെ മാധ്യമപ്രവർത്തകർക്ക് നേരെ ക്ഷുഭിതനായി BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. BJPയെ പൊതുസമൂഹത്തിൽ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച ഒരു മാധ്യമപ്രവർത്തകനെയും വെറുതെ വിടില്ല എന്നായിരുന്നു K സുരേന്ദ്രന്റെ ഭീഷണി. കഴിഞ്ഞ 3-4 ദിവസങ്ങളായി മാധ്യമങ്ങൾ നടത്തുന്ന ശ്രമത്തിന് ഒരു തരത്തിലും അംഗീകരിക്കില്ല. അത്തരം നെറികേടുകൾ കാണിച്ച ഒരുത്തനെയും വെറുതെ വിടുകയുമില്ല. കേരളത്തിലെ മാധ്യമപ്രവർത്തകരോടാണ് ഒരു മഹാപ്രസ്ഥാനത്തെ അപമാനിക്കാൻ, പൊതുസമൂഹത്തിൽ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച ഒരു മാധ്യമപ്രവർത്തകനെയും വെറുതെ വിടില്ല. അതിലൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. കള്ള വാർത്തകൾ കൊടുക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തവർ ഏത് കൊമ്പത്തിരിക്കുന്നവരായാലും അവരെ ശരിയായ നിലയിൽ തന്നെ കൈകാര്യം ചെയ്യും. സംസ്ഥാന നേതൃത്വം ഒതുക്കിയെന്നാരോപിച്ച് പാർട്ടി വിട്ട മുൻ വയനാട് ജില്ലാ പ്രസിഡന്റ് KP മധുവിന് മറുപടിയുമായി BJP. KP മധു പാർട്ടി വിട്ടത് ഗൂഢാലോചനയുടെ ഭാഗമെന്ന് വയനാട് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് മലവയൽ 24നോട് പറഞ്ഞു. അതേസമയം BJPയിലെ അസംതൃപ്തരെ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്തു. BJP സംസ്ഥാന ജില്ലാ നേതാക്കളുടെ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് പാർട്ടി വിട്ടതെന്നായിരുന്നു മുൻ ജില്ലാ അധ്യക്ഷൻ KP മധു പറഞ്ഞത്. എന്നാൽ ഈ ആരോപണത്തെ പൂർണ്ണമായും തള്ളുകയാണ് ജില്ലാ നേതൃത്വം. പാലക്കാട് തെരഞ്ഞെടുപ്പിന് പിന്നാലെ പാർട്ടി വിട്ടത് ഗൂഢാലോചനയുടെ ഭാഗമാണ്. എവിടെയും അവഗണിക്കുകയോ മാറ്റി നിർത്തപ്പെടുകയോ ചെയ്തിട്ടുള്ള ഒരാളല്ല. ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ ഇതിന്റെ പിന്നിൽ ചെറിയ ഗൂഢാലോചനകൾ ഉണ്ടോ എന്നുള്ളത് ഞങ്ങൾ സംശയിക്കുന്നു. വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും പ്രത്യയശാസ്ത്രത്തെ പൂർണ്ണമായി തള്ളിപ്പറയുന്നവർക്ക് സ്വാഗതമെന്നായിരുന്നു ഇതിനോടുള്ള സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. അതിന് സന്നദ്ധതയുള്ള ഒരാളും ഒറ്റപ്പെടില്ലെന്നും സന്ദീപ് ഈ പോസ്റ്റിൽ പറയുന്നു. ഇന്നലെയാണ് പാർട്ടി വിട്ട KP മധു കോൺഗ്രസ് ഇടത് നേതാക്കളുമായി ചർച്ച നടക്കുന്നുണ്ടെന്നും ഏതെങ്കിലും ഒരു പാർട്ടിയിൽ താൻ ഉണ്ടാകുമെന്നും വ്യക്തമാക്കിയത്. 24 വയനാട്. BJPയിൽ നിന്ന് നമ്മൾ സംസ്ഥാന NCPയിലേക്ക് എത്തുമ്പോൾ അവിടെയും തർക്കങ്ങളാണ്. സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോയ്ക്കെതിരെ NCPയിൽ പടയൊരുക്കം. PC ചാക്കോയെ മാറ്റി തോമസ് K തോമസിനെ അധ്യക്ഷനാക്കാൻ മന്ത്രി AK ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ നീക്കം തുടങ്ങി. PC ചാക്കോയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് AK ശശീന്ദ്രൻ ഇന്ന് ശരത് പവാറിനെ കാണും. വിശ്വസ്തനായ PM സുരേഷ് ബാബുവിനെ അധ്യക്ഷനാക്കാൻ PC ചാക്കോ ബദൽ നീക്കവും തുടങ്ങിയിട്ടുണ്ട്. ഉപതെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്ന NCP സംസ്ഥാന ഘടകത്തിൽ വീണ്ടും പ്രശ്നങ്ങൾ തലപൊക്കുകയാണ്. പകരം മന്ത്രിസ്ഥാനം ലഭിച്ചാലുമില്ലെങ്കിലും AK ശശീന്ദ്രൻ രാജിവെച്ച് തീരുവെന്ന നിലപാടിലാണ് സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ. എന്നാൽ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനവും സംസ്ഥാന അധ്യക്ഷ പദവിയും ഒരുമിച്ച് കൊണ്ടു നടക്കുന്ന PC ചാക്കോയെ മാറ്റണമെന്നാണ് AK ശശീന്ദ്രൻ പക്ഷത്തിന്റെ ആവശ്യം.
ആവശ്യം ഔദ്യോഗികമായി ദേശീയ നേതൃത്വത്തെ അറിയിക്കുന്നതിന്റെ ഭാഗമായി AK ശശീന്ദ്രൻ ഇന്ന് ശരത് പവാറിനെ കാണും. ഡൽഹിയിൽ വെച്ചാണ് കൂടിക്കാഴ്ച. ചാക്കോയുമായി അകന്ന തോമസ് കെ തോമസ് MLAയും ഇപ്പോൾ ശശീന്ദ്രനൊപ്പമാണ്. തോമസ് കെ തോമസിനെ അധ്യക്ഷനാക്കാനാണ് ശശീന്ദ്രൻ പക്ഷത്തെ ആലോചന. PC ചാക്കോയെ മാറ്റുന്നതിൽ ദേശീയ നേതൃത്വത്തിൽ നിന്ന് അനുകൂല തീരുമാനമുണ്ടാകുന്നില്ലെങ്കിൽ പാർട്ടി ജനറൽ ബോഡി വിളിച്ച് പുറത്താക്കാനാണ് നീക്കം. നിയമസഭാ കമ്മിറ്റിയുടെ ടൂർ കഴിഞ്ഞ് ഈ മാസം 30-ന് കേരളത്തിൽ തിരിച്ചെത്തുന്ന AK ശശീന്ദ്രൻ അടുത്ത ദിവസങ്ങളിൽ തന്നെ ജനറൽ ബോഡി വിളിക്കും. എന്നാൽ ഇതേപ്പറ്റി പരസ്യമായി പ്രതികരിക്കാൻ ശശീന്ദ്രൻ വിസമ്മതിച്ചു. എൻ്റെ പാർട്ടിക്കകത്ത് മന്ത്രി മാറ്റമൊന്നും ഒരു ഗുരുതരമായ വിഷയമേ അല്ല. അത് എപ്പോഴാണ് വേണ്ടി അങ്ങനെ വേണ്ടത് ചെയ്യാനുള്ള ഒരു മനസ്സുകയോടുകൂടി മന്ത്രിസ്ഥാനത്ത് സത്യപ്രതിജ്ഞ അന്ന് മുതൽ വൈകുന്നേരം പെട്ടി പാക്ക് ചെയ്തിരിക്കുന്നയാളാണ് ഞാൻ. സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റണമെന്ന ആവശ്യം ശക്തമായ സാഹചര്യത്തിൽ PC ചാക്കോയും ബദൽ നീക്കങ്ങളുമായി സജീവമാണ്. സംസ്ഥാന അധ്യക്ഷ പദവി ഒഴിയേണ്ടി വന്നാൽ വിശ്വസ്തനായ PM സുരേഷ് ബാബുവിനെ പ്രസിഡന്റാക്കാനാണ് ചാക്കോയുടെ നീക്കം. ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. മന്ത്രി സജി ചെറിയാന്റെ ഭരണഘടനാ വിരുദ്ധ പരാമർശത്തിൽ അന്വേഷണ സംഘത്തെ രൂപീകരിക്കാതെ പോലീസ്. ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണമെന്ന ഹൈക്കോടതി നിർദ്ദേശം ഒരാഴ്ച കഴിഞ്ഞിട്ടും നടപ്പിലാക്കിയിട്ടില്ല. സർക്കാർ നടപടി കോടതിയെ ലക്ഷ്യമാണെന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയെ സമീപിക്കാനാണ് പരാതിക്കാരൻ അഡ്വക്കേറ്റ് ബൈജു നോയലിന്റെ നീക്കം. ഭരണഘടനാ വിരുദ്ധ പരാമർശത്തിൽ സജി ചെറിയാന് വീണ്ടും സർക്കാർ സംരക്ഷണം. മന്ത്രിയെ വെള്ളപൂശിയുള്ള പോലീസ് റിപ്പോർട്ട് ഹൈക്കോടതി തള്ളിയിരുന്നു. എത്രയും വേഗം ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിനും ഉത്തരവിട്ടു. ഇതിൽ ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഹൈക്കോടതി ഉത്തരവ് വന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ടും അന്വേഷണ സംഘത്തെ സംബന്ധിച്ചും തീരുമാനമായിട്ടില്ല. സർക്കാരിന് വ്യക്തമായ മറുപടി പറയാനുമായിട്ടില്ല. സർക്കാരിന്റെ നിസ്സംഗതയ്ക്കെതിരെ ഹർജിക്കാരനായ അഡ്വക്കേറ്റ് ബൈജു നോയൽ വീണ്ടും കോടതിയെ സമീപിക്കും. CBI അന്വേഷണം ആവശ്യപ്പെടുമെന്നും ബൈജു നോയൽ 24-നോട് പറഞ്ഞു. തീർച്ചയായും അതിനകത്ത് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ വളരെ പെട്ടെന്ന് തന്നെ നിയമിച്ചില്ലെങ്കിൽ, കോടതിയുടെ ഉത്തരവ് അനുസരിക്കുന്നില്ലെങ്കിൽ തീർച്ചയായും അതിനകത്ത് അടുത്ത നടപടിക്രമം എന്ന് പറയുന്നത് കോർട്ടലക്ഷ്യ ഹർജി ഫയൽ ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ വീണ്ടും സമീപിക്കേണ്ടി വരും. കോടതി ഉത്തരവിന് പിന്നാലെ മന്ത്രി സജി ചെറിയാന്റെ രാജി ആവശ്യപ്പെട്ട പ്രതിപക്ഷത്തിനും ഇപ്പോൾ അനക്കമില്ല. ഒരു വിഷയത്തിൽ 2 തവണ രാജിവെക്കേണ്ട എന്നുള്ളതാണ് CPIM-ന്റെ നിലപാട്. സർക്കാരും വിധിക്കെതിരെ അപ്പീൽ പോകില്ല. സജി ചെറിയാന് സ്വന്തം നിലയിൽ പോകുന്നെങ്കിൽ പോകാമെന്നായിരുന്നു പാർട്ടി തീരുമാനം. എന്നാൽ അപ്പീൽ പോയാൽ തിരിച്ചടിയാകുമോ എന്നതിനാൽ തൽക്കാലം മന്ത്രിയുടെ ഭാഗത്തു നിന്നും അങ്ങനെയൊരു നീക്കമില്ല. 24, തിരുവനന്തപുരം. മറ്റൊരു പ്രധാനപ്പെട്ട ഹൈക്കോടതി ഇടപെടലിന്റെ വിശദാംശങ്ങളിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയവർ നേരിടുന്ന ആക്ഷേപങ്ങൾ അറിയിക്കാൻ നോഡൽ ഓഫീസറെ നിയമിക്കണമെന്ന് ഹൈക്കോടതി. പ്രത്യേക അന്വേഷണ സംഘത്തിനാണ് കോടതി ഈ നിർദ്ദേശം നൽകിയത്. കേസുകളുടെ അന്വേഷണ പുരോഗതി അന്വേഷണ സംഘം നേരിട്ട് ഹാജരായി കോടതിയെ അറിയിച്ചു. ഹേമ കമ്മിറ്റിക്ക് മൊഴി നൽകിയവർ ഭീഷണി നേരിടുന്നതായി WCC ആരോപിച്ചിരുന്നു. പരാതിക്കാർക്ക് എല്ലായ്പ്പോഴും പ്രത്യേക അന്വേഷണ സംഘത്തെ ബന്ധപ്പെടാൻ സാധിക്കണമെന്നില്ല. ഈ സാഹചര്യത്തിൽ ഇവരുടെ പ്രശ്നം പരിഹരിക്കാൻ മാർഗമുണ്ടാകണമെന്ന് WCC ആവശ്യപ്പെട്ടു. തുടർന്നാണ് SIT-യോട് നോഡൽ ഓഫീസറെ നിയോഗിക്കാൻ ജസ്റ്റിസുമാരായ ജയശങ്കരൻ നമ്പ്യാർ, CS സുധ എന്നിവരടങ്ങുന്ന പ്രത്യേക ബെഞ്ച് നിർദ്ദേശിച്ചത്. ഭീഷണി സന്ദേശങ്ങൾ ലഭിച്ചാൽ പരാതിക്കാർക്ക് നോഡൽ ഓഫീസറെ ബന്ധപ്പെടാം. ലഭിക്കുന്ന പരാതികൾ നോഡൽ ഓഫീസർ അന്വേഷണ സംഘത്തിന് കൈമാറും. കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഇന്ന് കോടതിയിൽ സമർപ്പിച്ചു. അടച്ചിട്ട കോടതി മുറിയിലാണ് വിശദാംശങ്ങൾ കൈമാറിയത്. അതേസമയം സിനിമാ കോൺക്ലേവ് ജനുവരിയിൽ നടത്തുമെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. ഷാജി N. കരുൺ സമിതി കരട് റിപ്പോർട്ട് കോൺക്ലേവിൽ അവതരിപ്പിക്കും. ഇവിടെയുണ്ടാകുന്ന നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തി റിപ്പോർട്ട് സർക്കാരിന് നൽകും. ഇതുകൂടി പരിഗണിച്ചായിരിക്കും സിനിമാ നയം രൂപീകരിക്കുകയെന്ന് സർക്കാർ വ്യക്തമാക്കി. 24, കൊച്ചി. പകർപ്പവകാശം ലംഘിച്ചെന്നാരോപിച്ച് നടി നയൻതാര അടക്കമുള്ളവർക്കെതിരെ നടനും നിർമ്മാതാവുമായ ധനുഷ് മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചു. വിവാഹ ഡോക്യുമെന്ററിയിൽ നാനും റൌഡിദാൻ ചിത്രത്തിലെ സെറ്റിലെ രംഗങ്ങൾ ഉപയോഗിച്ചതിനെതിരെയാണ് കോടതിയെ സമീപിച്ചത്. ധനുഷിന്റെ നിർമ്മാണ കമ്പനിയായ വണ്ടർബാർ ഫിലിംസാണ് പരാതി നൽകിയത്. നയൻതാര, ഭർത്താവ് വിഘ്നേഷ്, ഇരുവരുടെയും നിർമ്മാണ കമ്പനിയായ റൌഡി പിക്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെറ്റ്ഫ്ലിക്സിന്റെ ഇന്ത്യൻ കണ്ടന്റ് ഇൻവെസ്റ്റേഴ്സായ ലോസ് ഗാറ്റോസ് പ്രൊഡക്ഷൻ എന്നിവർക്കെതിരെയാണ് നയൻതാര പരാതി നൽകിയിരിക്കുന്നത്. പകർപ്പവകാശം ലംഘിച്ചത് സംബന്ധിച്ച് നൽകിയ പരാതി മദ്രാസ് ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. പരാതിയിൽ നയൻതാര അടക്കമുള്ളവർ വിശദീകരണം നൽകണം. നയൻതാരയുടെ വിവാഹ ഡോക്യുമെന്ററിയിൽ ധനുഷ് നിർമ്മിച്ച് വിഘ്നേഷ് സംവിധാനം ചെയ്ത നയൻതാര ചിത്രമായ നാനും റൌഡിദ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സെറ്റിലെ ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിയതിനെതിരെയാണ് പരാതി. നേരത്തെ ഈ രംഗങ്ങൾ ഡോക്യുമെന്ററിയിൽ ഉൾപ്പെടുത്താൻ അനുമതി നൽകണമെന്ന് നയൻതാര ആവശ്യപ്പെട്ടെങ്കിലും ധനുഷ് വഴങ്ങിയിരുന്നില്ല. പിന്നാലെ ഡോക്യുമെന്ററി ടീസർ പുറത്തിറങ്ങിയപ്പോൾ ചിത്രത്തിന്റെ ദൃശ്യങ്ങൾ ഉപയോഗിച്ചതിന്
ധനുഷ് 10 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിരുന്നു. ഇതിനെതിരെ അതിരൂക്ഷമായി പ്രതികരിച്ച നയൻതാര ഡോക്യുമെന്ററിയിൽ ചിത്രത്തിന്റെ സെറ്റിലെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തി. ഡോക്യുമെന്ററി ഇറങ്ങി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ധനുഷിന്റെ ഭാഗത്തു നിന്ന് പ്രതികരണമുണ്ടായിരുന്നില്ല. പിന്നാലെയാണ് നിയമ നടപടി. ധനുഷിന്റെ പരാതിയിൽ നയൻതാര ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. മുഹമ്മദ് റഹീസ്, 24, ചെന്നൈ. തമിഴ്നാട്ടിൽ കനത്ത മഴ. തമിഴ്നാട്ടിൽ മഴ തുടരുകയാണ്. 3 ജില്ലകളിൽ റെഡ് അലേർട്ടും 10 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചു. തീരദേശ മേഖലകളിൽ കടലേറ്റം രൂക്ഷമാണ്. അടിയന്തര സാഹചര്യം നേരിടാൻ സർക്കാർ സജ്ജമാണെന്ന് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ അറിയിച്ചു. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. റഹീസ്, ഒരു കാറ്റ് ചെന്നൈ തീരത്ത് നിന്ന് 800 കിലോമീറ്റർ അകലെ എത്തിയിട്ടുണ്ട്. അത് കുറെ കൂടി ശക്തി പ്രാപിച്ച് ഇപ്പോൾ അതിതീവ്ര ന്യൂനമർദ്ദമാണ്. അത് കുറെ കൂടി ശക്തി പ്രാപിക്കുന്നു. അത് ചുഴലിക്കാറ്റായി മാറുന്നു. ചെന്നൈ അല്ലെങ്കിൽ തമിഴ്നാട് തീരത്തേക്ക് എത്തുന്നു. വലിയ ജാഗ്രത തമിഴ്നാട് മൊത്തം ഇപ്പോൾ ഉണ്ടാകുമല്ലോ, ഉറപ്പായും അല്ലേ? വിജയകുമാർ, തീർച്ചയായും ഇന്ന് രാവിലെ മുതൽ തമിഴ്നാട്ടിൻ്റെ എല്ലാ ജില്ലകളിലും കനത്ത കാറ്റാണ്. ഒപ്പം തന്നെ പ്രധാനമായും മഴയുമുണ്ട്. ഈ മഴ ഉച്ചയ്ക്ക് ശേഷം ഇതിനിരട്ടിയായി ശക്തി പ്രാപിക്കും എന്നുള്ളൊരു സൂചന, മുന്നറിയിപ്പാണ് ഇപ്പോൾ ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. 1 മണിക്ക് ഏറ്റവും പുതുക്കിയ മഴ മുന്നറിയിപ്പിൽ പറയുന്നത് 3 ജില്ലകളിൽ റെഡ് അലേർട്ടും ഒപ്പം തന്നെ 10 ജില്ലകളിൽ ഒരു ഓറഞ്ച് അലേർട്ടുമാണ്. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് തമിഴ്നാട്ടിലാകെ റെഡ് അലേർട്ടാണെന്നാണ്. ഈ ഫംഗൽ ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട് ചില അവ്യക്തതകൾ ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. കാരണം ഇത് എവിടെ തീരം തൊടും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തമായ ഒരു ധാരണ അവർക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് ഏത് ഭാഗത്താണ് തീരം തൊടുന്നത് എന്ന് വ്യക്തമല്ല. പക്ഷേ ഇപ്പോൾ അതിരൂക്ഷമായിട്ടുള്ളത് കടൽക്ഷോഭമാണ്. ഈ കടലൂർ അടക്കമുള്ള മേഖലകളിൽ കടൽക്ഷോഭം ശക്തമാണ്. നാഗപട്ടണത്ത് മഴ അതിശക്തമായി തുടരുന്നുണ്ട്. ഇത് രണ്ടും ഏറ്റവും രൂക്ഷമായി ബാധിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മയിലാടുതുറയിലാണ്. ചെന്നൈയിൽ കനത്ത കാറ്റുണ്ട്. ഒപ്പം തന്നെ ഏതാണ്ടൊരു മഞ്ഞിന്റെ പ്രതീതിയും തണുത്ത ശക്തമായ കാറ്റാണ് ഇപ്പോൾ ചെന്നൈയിൽ വീശുന്നത്. അങ്ങനെ ഏതാണ്ട് എല്ലാ പ്രദേശങ്ങളെയും ബാധിക്കുന്ന തരത്തിൽ ഈ ന്യൂനമർദ്ദം മാറുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായും പറയേണ്ടത്. ഒപ്പം തന്നെ വൈകിട്ടോടുകൂടി ഇത് ചുഴലിക്കാറ്റായി മാറും, അതിൻ്റെ ഒരു വ്യക്തത ലഭിക്കും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത്. എന്തായാലും മഴ കനക്കുന്നുണ്ട്. സർക്കാർ അതിൻ്റെതായ ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകുന്നുണ്ട്. ഒപ്പം തന്നെ മുന്നൊരുക്കവും നടക്കുന്നുണ്ട്. മുഖ്യമന്ത്രി MK സ്റ്റാലിനും ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിനും ഫീൽഡിലെത്തി ഓരോ സ്ഥലത്തെയും കാര്യങ്ങൾ കൃത്യമായി വിലയിരുത്തി തന്നെയാണ് പോകുന്നത്. അങ്ങനെ അതൊരു ഭാഗത്ത് നടക്കുന്നു. ഇപ്പോൾ NDRFിൻ്റെയും ഒപ്പം SDRFിൻ്റെയും ഒക്കെ സംഘങ്ങൾ വിവിധ പ്രദേശത്തായി ക്യാമ്പ് ചെയ്തുകൊണ്ട് ഏത് അടിയന്തര ഘട്ടത്തെയും നേരിടുന്ന തരത്തിലേക്ക് അവരുടെ പ്രവർത്തനവും പുരോഗമിക്കുന്നു. ചിലയിടങ്ങളിൽ ഇതിനോടകം തന്നെ ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് തീരദേശ മേഖലകളിൽ അതിശക്തമായ കാറ്റും മഴയും ഉണ്ടാകാനാണ് സാധ്യത. മുന്നറിയിപ്പ് കൃത്യമായി പാലിക്കണം. ഒപ്പം തന്നെ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങരുത് എന്നുള്ള നിർദ്ദേശം നൽകുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. എന്തായാലും മഴ ശക്തമാകും, ഒപ്പം കാറ്റും ശക്തമാകും. ഒപ്പം അടുത്തുള്ള പുതുച്ചേരിയും വളരെയധികം അതിശക്തമായ മഴ ലഭിക്കുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. അങ്ങനെ ആകമാനം ഒരു ചെറിയ ആശങ്ക. ഒപ്പം എന്തായാലും തമിഴ്നാട്ടിൽ കുറച്ച് ആശങ്കയുണ്ട്. ഇപ്പോൾ തമിഴ്നാട് ചെന്നൈക്ക് ഏതാണ്ട് 800 കിലോമീറ്റർ അകലെയാണ് ഈ അതിതീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നത്. അത് വൈകിട്ടോടുകൂടി ഒരു ചുഴലിക്കാറ്റായി രൂപപ്പെട്ട് തമിഴ്നാട് തീരത്തിന് സമീപം വഴി ചെന്നൈ തീരത്തേക്ക് എത്താനാണ് സാധ്യത എന്നാണ് മുന്നറിയിപ്പ്. കേരളത്തിലും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ശനിയാഴ്ച മുതൽ സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. 5 ജില്ലകളിൽ ശനിയാഴ്ച യെല്ലോ അലേർട്ടുണ്ട്. ഞായറാഴ്ച 7 ജില്ലകളിലും യെല്ലോ അലേർട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിലെ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പിൻ്റെ പശ്ചാത്തലത്തിലാണ് കേരളത്തിലും ഈ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നമ്മൾ മറ്റു റിപ്പോർട്ടുകളിലേക്ക് പോകുന്നു. മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി ഏകനാഥ് ഷിൻഡെ സമ്മർദ്ദം ചെലുത്തിയതിൽ BJP ദേശീയ നേതൃത്വത്തിന് അതൃപ്തി. ദേവേന്ദ്ര ഫഡ്നാവിസ് തന്നെ മുഖ്യമന്ത്രിയാകും. അതേസമയം തെരഞ്ഞെടുപ്പിൽ തിരിമറി ആരോപിക്കുന്ന പ്രതിപക്ഷം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെതിരെ പ്രതിഷേധം കടുപ്പിക്കും. കേവല ഭൂരിപക്ഷത്തിനടുത്തുവരെ ഒറ്റയ്ക്കെത്തിയ ഗംഭീര പ്രകടനമാണ് BJP ഇത്തവണ നടത്തിയത്. എന്നിട്ടും മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി തർക്കമുയർന്നതിൽ BJP ദേശീയ നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട്.
ബീഹാർ മോഡലിൽ മുഖ്യമന്ത്രി സ്ഥാനം തനിക്ക് വേണമെന്ന ഷിൻഡെയുടെ ആവശ്യം ബി.ജെ.പി. ദേശീയ നേതൃത്വം അംഗീകരിക്കില്ല. വഴങ്ങുന്നതിന്റെ സൂചനകൾ ഇന്നലെ ഷിൻഡെയും നൽകി. ഉടൻ തന്നെ ഫട്നവിസിനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. തിരഞ്ഞെടുപ്പിൽ EVM തട്ടിപ്പ് നടന്നെന്ന ആരോപണം പ്രതിപക്ഷം തുടരുകയാണ്. ഇന്നലെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ തുടങ്ങിയ EVM ഛോഡോ അഭിയാൻ ക്യാമ്പയിൻ വരും ദിവസങ്ങളിൽ ശക്തമാക്കും. സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും പ്രതിഷേധത്തിനൊരുങ്ങാൻ ഉദ്ധവ് താക്കറെ MLA-മാരോട് ആവശ്യപ്പെട്ടു. പോളിംഗ് ബൂത്തുകൾക്ക് സമീപം വൈഫൈ ഉള്ള വാഹനങ്ങൾ പോലീസ് നിർത്തിയത് സംശയകരമെന്ന് ഉദ്ധവ് വിഭാഗം നേതാവ് അംബാദാസ് ധൻവെ ആരോപിച്ചു. EVM ക്രമക്കേടിനെക്കുറിച്ചുള്ള തെളിവുകൾ ശേഖരിക്കാൻ ശരത് പവാർ സ്ഥാനാർത്ഥികളോട് ആവശ്യപ്പെട്ടു. ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഓരോ നിയമസംഘങ്ങളെ നിയോഗിക്കാനും തീരുമാനിച്ചു. 24 മുംബൈ. തൃശൂർ തൃപ്രയാറിൽ തടിലോറി കയറി ഇറങ്ങിയുണ്ടായ അപകടത്തിൽപ്പെട്ട 3 പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുന്നു. പാലക്കാട് ഗോവിന്ദാപുരം സ്വദേശികളായ ജാൻസി, ദേവേന്ദ്രൻ, ചിത്ര എന്നിവരാണ് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളത്. അപകടമുണ്ടാക്കിയ ലോറി ഡ്രൈവർ ജോസിനെയും ക്ലീനർ അലക്സിനെയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് പോലീസ് നീക്കം. 5 പേരാണ് അപകടത്തിൽ മരിച്ചത്. ശരീരത്തിലൂടെ ലോറി കയറി ഇറങ്ങിയ ജാൻസിയുടെ ശസ്ത്രക്രിയ പൂർത്തിയാക്കി. അപകടത്തിൽപ്പെട്ട് കൂടുതൽ സമയം ചോര വാർന്നതും നിരവധി മുറിവുകൾ ഉണ്ടായതുമാണ് പരിക്കുകൾ ഗുരുതരമാക്കാൻ ഇടയാക്കിയത്. ദേവേന്ദ്രന്റെയും ചിത്രയുടെയും പരിക്കുകൾ ഗുരുതരമാണെങ്കിലും ആരോഗ്യാവസ്ഥയിൽ നേരിയ പുരോഗതി ഉണ്ടായെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. 6 വയസ്സുകാരി ശിവാനി, രമേശ്, വിജയ് എന്നിവരും ചികിത്സയിൽ തുടരുന്നുണ്ട്. അപകടമുണ്ടാക്കിയ ലോറി ഡ്രൈവർ ജോസിനെയും ക്ലീനർ അലക്സിനെയും റിമാൻഡ് ചെയ്തു. മനഃപൂർവ്വമായ നരഹത്യ, മദ്യപിച്ച അശ്രദ്ധമായി വാഹനമോടിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയത്. സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് ഗതാഗത കമ്മീഷണർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. 24 തൃശൂർ. ഇപ്പോൾ ഒരു പ്രധാന റിപ്പോർട്ട് വരുന്നുണ്ട്. മുനമ്പം ഭൂമി പ്രശ്നത്തിൽ ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ പരിഗണനാ വിഷയങ്ങൾക്ക് സംസ്ഥാന മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. ഒപ്പം വയോജന നയത്തിൽ ഓർഡിനൻസ് കൊണ്ടുവരാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ആർ ശ്രീജിത്ത് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, എന്തൊക്കെയാണ് മന്ത്രിസഭാ യോഗത്തിന്റെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ? ഈ മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ അതിന്റെ പരിഗണനാ വിഷയങ്ങളിലേക്ക് എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? പ്രധാനപ്പെട്ട അജണ്ട മുനമ്പം ഭൂപ്രശ്നം പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങൾ നിശ്ചയിക്കലായിരുന്നു. 22-ന് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിൽ തന്നെ ഈ പരിഗണനാ വിഷയങ്ങളുടെ കാര്യത്തിൽ ധാരണയായിരുന്നു. അത് മുനമ്പത്ത് താമസിക്കുന്ന ആളുകളുടെ ഭൂരേഖകൾക്ക് ആധികാരികത നൽകാനും അത് പരിശോധിച്ച് തീർപ്പുണ്ടാക്കുകയെന്നുമാണ് കമ്മീഷന്റെ പ്രധാനപ്പെട്ട ഒരു പരിഗണനാ വിഷയം. ഇതോടൊപ്പം തന്നെ ആർക്കും ഈ അവരുടെ ഭൂരേഖകളുമായി ബന്ധപ്പെട്ട ആധികാരികത ഉറപ്പുവരുത്തുന്നു. ആരെയും കുടിയൊഴിപ്പിക്കാൻ ഇല്ല. ഇതുവരെ ഈ ജുഡീഷ്യൽ കമ്മീഷന്റെ തീരുമാനം വരുന്നവരെ ആർക്കും നോട്ടീസ് ഉൾപ്പെടെയുള്ള നടപടികളൊന്നും നീങ്ങരുതെന്ന വകുപ്പ് ബോർഡിനോടും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ വശങ്ങളും അടങ്ങുന്ന പരിഗണനാ വിഷയങ്ങൾക്കാണ് മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ സപ്ലിമെൻ്ററി കൺസെഷൻ കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മന്ത്രിസഭ ചർച്ച ചെയ്തു. കരാറിന് മന്ത്രിസഭ അംഗീകാരം നൽകി. 2019 പദ്ധതി പൂർത്തിയാക്കേണ്ടതായിരുന്നു. എന്നാൽ വിവിധ കാരണങ്ങൾ കൊണ്ട് തന്നെ പദ്ധതി 2019 കമ്മീഷൻ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ 2024 ഡിസംബറിൽ കമ്മീഷൻ ചെയ്യുന്നതിന് മുമ്പായി ഈ സപ്ലിമെൻ്ററി കൺസെഷൻ കരാർ ഒപ്പിട്ടേ മതിയാകൂ. അത് നിയമപരമായ ബാധ്യതയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കരട് കരാറിന് മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നത്. അദാനി പോർട്സിൻ്റെ സൗകര്യം കൂടി പരിഗണിച്ച് എത്രയും വേഗം കരാർ ഒപ്പിടുമെന്നാണ് തുറമുഖ മന്ത്രി VN വാസവൻ അറിയിക്കുന്നത്. യെസ്, മുനമ്പം ഭൂമി പ്രശ്നത്തിൽ ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ പരിഗണനാ വിഷയങ്ങൾക്ക് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. വിശദാംശങ്ങളാണ് ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നൽകിയത്. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ യുവതി നേരിട്ടത് ക്രൂരമർദ്ദനമെന്ന് കുടുംബം. ഗാർഹിക പീഡന കേസ് റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവ് പുനഃപരിശോധിക്കണമെന്ന് യുവതിയുടെ പിതാവ് ആവശ്യപ്പെട്ടു. കേസിലെ തുടർ നടപടികളിൽ പോലീസ് നിയമോപദേശം തേടും. ഭർത്താവ് രാഹുൽ P. ഗോപാലിൽ നിന്ന് ക്രൂരമർദ്ദനം നേരിട്ടുവെന്നായിരുന്നു യുവതിയുടെ പരാതി. മകളെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും രാഹുൽ തയ്യാറായില്ലെന്ന് പിതാവ് ആരോപിച്ചു. നേരത്തെ നൽകിയ പരാതിയിൽ ഗാർഹിക പീഡന കേസ് റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവ് പുനഃപരിശോധിക്കണമെന്നും ആവശ്യം. പരാതിയായിട്ട് ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നവർ ഇനി രക്ഷപ്പെടാൻ പാടില്ല. അവർ ശിക്ഷ കിട്ടണം. ശരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഹൈക്കോടതി വിധി ഞാൻ മാനിച്ചല്ലോ. അത് പുനഃപരിശോധിക്കണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. അവൾക്ക് എന്ന് വെച്ചാൽ അങ്ങനെ മൊഴി മാറ്റി പറയേണ്ടി വന്നതിൽ അതിയായ ദുഃഖമുണ്ട്. അതേസമയം കേസുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിൽ നിയമോപദേശം തേടാനാണ് പോലീസ് നീക്കം. ആദ്യ കേസിലെ യുവതിയുടെ മൊഴിമാറ്റം കണക്കിലെടുത്താണ് തീരുമാനം. നിയമോപദേശം ലഭിച്ചതിനു ശേഷം രാഹുലിനായി കസ്റ്റഡി അപേക്ഷ നൽകും. 14 ദിവസത്തേക്കാണ് രാഹുലിനെ കോഴിക്കോട് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3 റിമാൻഡ് ചെയ്തത്. 24 കോഴിക്കോട്.
മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷ സ്ഥാനം ഒഴിയുന്നു എന്ന് കവി കെ സച്ചിദാനന്ദൻ അറിയിച്ചു. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് ഈ തീരുമാനം. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. ഔദ്യോഗികമായി രാജിക്കാര്യം അറിയിച്ചിട്ടില്ല എന്നാണ് സാഹിത്യ അക്കാദമി വൃത്തങ്ങൾ പ്രതികരിച്ചത്. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകും. സൂരജ്, സച്ചിദാനന്ദൻ അദ്ദേഹം രാജി തീരുമാനം അറിയിക്കുന്നത് ഫേസ്ബുക്കിലൂടെയാണ്. പക്ഷേ സാഹിത്യ അക്കാദമി അദ്ദേഹം ഇത് അറിയിച്ചിട്ടില്ല എന്നാണ് അക്കാദമിയിൽ നിന്ന് കിട്ടുന്ന വിവരം, അല്ലേ? തീർച്ചയായും വിജയകുമാർ, ഇതൊരു രാജ്യസൂചന എന്നത് മാത്രമായി കണക്കിലെടുത്താൽ മതി എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഈ സച്ചിദാനന്ദനുമായി അടുത്ത വൃത്തങ്ങളുമായി സംസാരിക്കുമ്പോൾ പറയുന്നത്. ഇതുവരെയും ഔദ്യോഗികമായി രാജിവെക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് അദ്ദേഹം എത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്നവരും. പക്ഷേ എന്നാൽ പോലും ഈ സ്ഥാനം ഒഴിഞ്ഞേക്കും എന്നുള്ള സൂചനകൾ തന്നെയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് വ്യക്തമാകുന്നത്. അദ്ദേഹം അതിൽ സൂചിപ്പിക്കുന്ന ഭൂമിയിൽ അധികം നാൾ നമുക്കില്ല, അതിൻ്റെ ചില വാണിങ്ങുകൾ പുറത്തു വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പല പദവികളുണ്ട്, സാഹിത്യ അക്കാദമി അടക്കമുള്ള പദവികളുണ്ട്, അതിൽ നിന്ന് ഒഴിയുകയാണെന്നുള്ള സൂചനയാണ് അദ്ദേഹം ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പങ്കുവെക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം രോഗബാധിതനായി ഒരാഴ്ചയോളം ഈ ആശുപത്രിയിൽ ചിലവഴിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞത് ഈ പൊതുപരിപാടികളിൽ നിന്നടക്കം താൻ വിട്ടുനിൽക്കുകയാണ്, ഇനി ഒരു പ്രാസംഗികനായി വേദികളിൽ എത്താൻ താല്പര്യമില്ല, ഈ പ്രസംഗത്തിലൂടെ ഒരാൾ നന്നാകും അല്ലെങ്കിൽ ഒരു സമൂഹത്തെ നന്നാക്കാം എന്നൊരു ധാരണ ഇനിയില്ല എന്ന തരത്തിൽ അന്ന് അദ്ദേഹം ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരുന്നതിന് ശേഷം അദ്ദേഹവുമായി നമ്മൾ സംസാരിച്ചിരുന്നതാണ്. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഇനി ഈ രോഗബാധിതനായതുകൊണ്ട് തന്നെ ഈ പൊതുവേദികളിലേക്കില്ല എന്നുള്ളതാണ് അദ്ദേഹം അന്ന് വ്യക്തമാക്കിയിരുന്നത്. ഇതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഈ സ്ഥാനം ഒഴിയുന്നത് സംബന്ധിച്ചുള്ള സൂചനകൾ നൽകിക്കൊണ്ട് പുറത്തു വന്നത്. പക്ഷേ സാഹിത്യ അക്കാദമിയുമായി ഇത് ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നമ്മൾ തേടിയിരുന്നു. പക്ഷേ സാഹിത്യ അക്കാദമി പറയുന്നത് ഔദ്യോഗികമായി ഇതുവരെയും സ്ഥാനം ഒഴിയുന്നത് സംബന്ധിച്ച് കവി സച്ചിദാനന്ദൻ ഒരറിയിപ്പും തങ്ങൾക്ക് നൽകിയിട്ടില്ല. അത്തരം വാർത്തകളും ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രചരിക്കുന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളെല്ലാം തള്ളുകയാണ് എന്നുള്ളതാണ് സാഹിത്യ അക്കാദമി ഇത് സംബന്ധിച്ച് വിശദീകരിക്കുകയും ചെയ്യുന്നത്. യെസ്, നേരത്തെ അദ്ദേഹം പൊതുവേദിയിൽ ഇനി പൊതുവേദിയിൽ പൊതുപരിപാടികളിൽ പങ്കെടുക്കില്ല എന്നറിയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷ സ്ഥാനം ഒഴിയുകയാണ് എന്ന സൂചനയുള്ള കുറിപ്പ് വന്നത്. അതിൽ മറ്റു ചില പ്രധാനപ്പെട്ട ഔദ്യോഗിക ചുമതലകളുണ്ട്, അതൊക്കെ ഒഴിവാക്കി എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അതൊക്കെ ഒഴിവാക്കുന്നു എന്നാണ് അറിയിച്ചത്. പക്ഷേ ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ലെന്നാണ് സാഹിത്യ അക്കാദമി വൃത്തങ്ങൾ ഇതിനോട് പ്രതികരിച്ചത്. സൂരജ് സജിയാണ് വിശദാംശങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്ന്. ബംഗളൂരുവിൽ അസം സ്വദേശിയായ യുവതിയെ കുത്തിക്കൊന്ന കേസിൽ പ്രതി ആരവിനായി അന്വേഷണം ഊർജിതമാക്കി കർണാടക പോലീസ്. പ്രത്യേക സംഘത്തെ രൂപീകരിച്ച് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് തെരച്ചിൽ വ്യാപിപ്പിച്ചു. കൊലപാതക ശേഷം കണ്ണൂർ സ്വദേശി ആരവ് അപ്പാർട്ട്മെന്റിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. കൊലപാതകത്തിന് ശേഷം ആരവ് അപ്പാർട്ട്മെന്റിൽ നിന്ന് രക്ഷപ്പെടുന്ന CCTV ദൃശ്യമാണിത്. തുടർന്ന് ഓൺലൈൻ ടാക്സി ബുക്ക് ചെയ്ത് മജസ്റ്റിക് റെയിൽവേ സ്റ്റേഷനിലെത്തി ക്യാബ് ഡ്രൈവർ ആരവിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ശേഷം ആരവ് ട്രെയിൻ കയറി രക്ഷപ്പെട്ടുവെന്നാണ് പോലീസിന്റെ നിഗമനം. ആരവ് എങ്ങോട്ട് പോയെന്നതിൽ അന്വേഷണ സംഘത്തിന് വ്യക്തതയില്ല. കേരള പോലീസിന്റെ സംഘം ആരവിന്റെ വീട്ടിലും ബന്ധുവീട്ടിലും ഇന്നലെ പരിശോധന നടത്തിയിരുന്നു. അവിടെയൊന്നും ആരവ് എത്തിയിട്ടില്ലെന്നാണ് സൂചന. കർണാടക പോലീസും കണ്ണൂരിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ആസൂത്രിതമായ കൊലപാതകമെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അപ്പാർട്ട്മെന്റിലെ മുറിയിൽ നിന്ന് കൊല നടത്താൻ ഉപയോഗിച്ച കത്തിയും ചാക്കും കയറും പോലീസ് കണ്ടെത്തിയിരുന്നു. കൊലപാതക ശേഷം മൃതദേഹം ചാക്കിൽ കെട്ടി പുറത്തുപേക്ഷിക്കാനായിരുന്നു ആദ്യ ശ്രമം. ഇത് സാധിക്കാതെ വന്നതോടെയാണ് ആരവ് അപ്പാർട്ട്മെന്റിൽ നിന്ന് രക്ഷപ്പെട്ടത്. പ്രണയബന്ധത്തിലുണ്ടായ തർക്കം മാത്രമാണോ കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇതിനായി ഇരുവരുടെയും സുഹൃത്തുക്കളുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തും. 24 ബംഗളൂരു. വയനാട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അസൗകര്യങ്ങൾക്കെതിരെ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മാനന്തവാടി പുതുശ്ശേരി പള്ളിപ്പുറത്ത് തോമസിന്റെ കുടുംബം. കൃത്യമായ ചികിത്സ ലഭിച്ചിരുന്നില്ലെന്ന് തോമസിന്റെ ഭാര്യയും സഹോദരനും 24നോട് പറഞ്ഞു. ചികിത്സ കിട്ടിയിരുന്നെങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്നു. അസൗകര്യങ്ങൾ പരിഹരിക്കാൻ ഇനിയും വൈകരുതെന്നും കുടുംബം ആവശ്യപ്പെടുന്നു. 2023 ജനുവരി 12-നാണ് പുതുശ്ശേരിയിലെ കൃഷിയിടത്തിൽ വെച്ച് തോമസിനെ കടുവ ആക്രമിച്ചത്. രാവിലെ 10:45-നായിരുന്നു ഈയൊരു ആക്രമണമുണ്ടായത്. തുടർന്ന് മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. കൃത്യമായൊരു ചികിത്സ ആശുപത്രിയിൽ കിട്ടിയിട്ടില്ല. കിട്ടിയായിരുന്നെങ്കിൽ ബ്ലഡ് മറന്നു പോയാണല്ലോ ചേട്ടൻ മരിക്കുന്നത്. അപ്പോൾ ബ്ലഡ് അവരവിടുന്ന് അത് വേണ്ട സജ്ജീകരണം ചെയ്തായിരുന്നെങ്കിൽ ചേട്ടായിക്ക് ബ്ലഡ് കയറ്റി കൊടുത്തായിരുന്നെങ്കിൽ ചേട്ടൻ മരിക്കില്ലായിരുന്നു. ഈ ആംബുലൻസിലാണെങ്കിൽ ഒരു ഡോക്ടറില്ല, ഒരു സിസ്റ്റർ ഇല്ല, അങ്ങനെയൊക്കെയാണ് നമ്മൾ കൊണ്ടുപോയത്. മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നതിനിടെ കൽപ്പറ്റ ജനറൽ ആശുപത്രിയിലും ഒരു സ്വകാര്യ ആശുപത്രിയിലും തോമസുമായി കുടുംബമെത്തി. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് കൃത്യമായ ചികിത്സ ലഭിച്ചിരുന്നുവെങ്കിൽ ഈ കുടുംബത്തിന്
മറ്റ് 2 ആശുപത്രികളിലേക്ക് തോമസുമായി ഓടേണ്ടി വരില്ലായിരുന്നു. ഇവർക്കൊരു കാര്യം മാത്രമാണ് ആവശ്യപ്പെടാനുള്ളത്. ഒരു മെഡിക്കൽ കോളേജിന് യാതൊരു സൗകര്യങ്ങളും നമുക്ക് കിട്ടിയിട്ടില്ല. കൃത്യമായ ചികിത്സ ലഭ്യമായെങ്കിൽ അവൻ മരിക്കില്ലല്ലോ. നമുക്കിങ്ങനെ സംഭവിച്ചു, ഇനി ആർക്കും സംഭവിക്കാതിരിക്കാൻ മേലധികാരികൾ ശ്രദ്ധിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാം. വന്യമൃഗശല്യത്തിന്റെ ആക്രമണം നേരിട്ട് പരിക്കുപറ്റുന്ന വയനാട്ടുകാർ ചികിത്സയ്ക്കായി നെട്ടോട്ടമോടുന്നതിന്റെ ഒരു ഉദാഹരണം മാത്രമാണ് തോമസ്. മനു ദാമോദറിനൊപ്പം മിഥില ബാലൻ, 24 വയനാട്. കണ്ണൂരിലെ വളപട്ടണത്ത് 300 പവനും 1 കോടി രൂപയും കവർന്നത് മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതി പ്രകാരമെന്ന് നിഗമനം. വീടിനെക്കുറിച്ച് അറിയാവുന്നവരുടെ സഹായം ലഭിച്ചതായി പോലീസ് വിലയിരുത്തുന്നു. മോഷണം നടന്ന വ്യാപാരിയുടെ വീട്ടിൽ മോഷ്ടാവ് 2 തവണ എത്തിയതിന്റെ തെളിവുകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചു. കണ്ണൂർ വളപട്ടണത്തെ വ്യാപാരി KP അഷ്റഫിന്റെ വീട് കുത്തി തുറന്ന് കവർന്നത് 300 പവൻ സ്വർണ്ണാഭരണങ്ങളും 1 കോടി രൂപയും. മോഷണത്തിനായി വീടിനകത്ത് കയറിയത് ഒരാൾ മാത്രം. വീട്ടിലെ CCTVയിൽ പതിഞ്ഞ ദൃശ്യങ്ങളിൽ ഒരാൾ മാത്രമാണുള്ളത്. എന്നാൽ കൂടുതൽ പേരുടെ സഹായം ലഭിച്ചുവെന്ന് പോലീസ് ഉറപ്പിക്കുന്നു. കള്ളൻ 2 തവണ അഷ്റഫിന്റെ വീട്ടിലെത്തി. 20-ാം തീയതി മോഷണം നടത്തി. പിറ്റേന്ന് രാത്രിയും കള്ളൻ ഇവിടെ എത്തുന്നത് ദൃശ്യങ്ങളിലുണ്ട്. വീണ്ടും എത്തിയത് അവശേഷിപ്പിച്ച തെളിവ് നശിപ്പിക്കാനാകണമെന്നാണ് പോലീസ് നിഗമനം. വ്യാപാരിയുടെയും കുടുംബത്തിന്റെയും യാത്രാവിവരങ്ങൾ മോഷ്ടാക്കൾക്ക് ലഭിച്ചുവെന്ന് പോലീസ് കണ്ടെത്തൽ. കഴിഞ്ഞ 19-ാം തീയതി മധുരയിലെ സുഹൃത്തിന്റെ വിവാഹ ചടങ്ങിന് പോയ കുടുംബം മടങ്ങിയെത്തിയത് 24-ന്. ഇവ കൃത്യമായി മനസ്സിലാക്കി നടത്തിയ ആസൂത്രിത കവർച്ചയെന്നാണ് പോലീസ് വിലയിരുത്തൽ. സംസ്ഥാനത്തിന് പുറത്തേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. 24 കണ്ണൂർ. തൃശൂർ പാവറട്ടി പോലീസ് സ്റ്റേഷനിൽ സഹപ്രവർത്തകനായ പോലീസുകാരൻ കുഴഞ്ഞു വീണപ്പോൾ സഹായിക്കാതിരുന്ന SHOയ്ക്ക് പണിഷ്മെന്റ് ട്രാൻസ്ഫർ. സിവിൽ പോലീസ് ഓഫീസർ ഷഫീഖ് കുഴഞ്ഞു വീണപ്പോൾ കസേരയിൽ നിന്നും എഴുന്നേൽക്കാൻ പോലും തയ്യാറാവാതെ ഇരുന്ന SHO KG കൃഷ്ണകുമാറിനെയാണ് ജില്ലാ പോലീസ് കമ്മീഷണർ സ്ഥലം മാറ്റിയത്. സംഭവത്തിൽ വകുപ്പ് തല നടപടിക്ക് മുന്നോടിയായി കൃഷ്ണകുമാറിനോട് കമ്മീഷണർ R ഇളങ്കോ വിശദീകരണം തേടിയിരുന്നു. 35-കാരനായ സിവിൽ പോലീസ് ഓഫീസർ ഷഫീഖ് ഫയലുകൾ റിപ്പോർട്ട് ചെയ്യാനെത്തിയപ്പോഴാണ് SHOയുടെ ക്യാബിനിൽ കുഴഞ്ഞു വീണത്. അമിത ജോലിഭാരമാണ് കുഴഞ്ഞു വീഴാൻ കാരണമെന്ന് റിപ്പോർട്ടുണ്ട്. SHO കസേരയിൽ നിന്ന് എഴുന്നേറ്റില്ലെന്ന് മാത്രമല്ല, ഒന്ന് കാര്യമന്വേഷിക്കാനോ ആശ്വസിപ്പിക്കാനോ പോലും തയ്യാറായില്ലെന്നാണ് വിവരം. SI D വൈശാഖനും GD ചാർജുള്ള പോലീസുകാരനും മറ്റു സഹപ്രവർത്തകരും ശബ്ദം കേട്ട് ഓടിയെത്തി ഷഫീഖിനെ ആശുപത്രിയിലെത്തിക്കുകയായിരുന്നു. ഷുഗർ നില കുറഞ്ഞതിനെ തുടർന്നാണ് പോലീസുകാരൻ കുഴഞ്ഞു വീണത്. ആവശ്യമായ പ്രാഥമിക ചികിത്സ നൽകി ഇയാളെ വീട്ടിലെത്തിച്ചു. SHOയുടെ നടപടിയിൽ സേനയ്ക്കുള്ളിൽ നിന്ന് തന്നെ പ്രതിഷേധമുയർന്ന സാഹചര്യത്തിലാണ് സിറ്റി പോലീസ് കമ്മീഷണർ R ഇളങ്കോ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ച ഇൻസ്പെക്ടറെ സ്ഥലം മാറ്റിയത്. AR ക്യാമ്പിലേക്കാണ് കൃഷ്ണകുമാറിനെ സ്ഥലം മാറ്റിയത്. 24 തൃശൂർ. പശ്ചിമേഷ്യയിൽ നിന്ന് ഒരു ചെറിയ ആശ്വാസ വാർത്തയാണുള്ളത്. പശ്ചിമേഷ്യയിൽ ആശ്വാസവുമായി ഇസ്രായേൽ ലബനൻ വെടിനിർത്തൽ. ലബനനിൽ നിന്ന് ഇസ്രായേൽ സേന പിന്മാറും. വെടിനിർത്തൽ സ്വാഗതം ചെയ്ത് ലോകരാജ്യങ്ങൾ രംഗത്തെത്തി. 1 വർഷത്തിലധികം നീണ്ട സംഘർഷത്തിൽ പൊലിഞ്ഞത് 4000-ഓളം ജീവനുകളാണ്. ഇന്ത്യൻ സമയം രാവിലെ 7:30യോടെയാണ് ഇസ്രയേലും ഹെസ്ബുള്ളയും തമ്മിൽ വെടിനിർത്തൽ നിലവിൽ വന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനാണ് വെടിനിർത്തൽ പ്രഖ്യാപനം നടത്തിയത്. ധാരണപ്രകാരം ലെബനനിൽ നിന്ന് ഇസ്രായേൽ സേന 60 ദിവസത്തിനകം ഒഴിഞ്ഞു പോകുമെന്നും തെക്കൻ മേഖലകളുടെ നിയന്ത്രണം ലെബനീസ് സേന ഏറ്റെടുക്കുമെന്നും ജോ ബൈഡൻ അറിയിച്ചു. കരാർ പ്രകാരം ലിതാനി നദിയുടെ വടക്ക് ഭാഗത്തുനിന്ന് ഹെസ്ബുള്ള പിന്മാറണമെന്നും തെക്കൻ ലെബനനിലെ സാന്നിധ്യം പൂർണ്ണമായി ഇല്ലാതാക്കണമെന്നും വ്യവസ്ഥയുണ്ട്. ലെബനനിൽ സമാധാനം ഉറപ്പാക്കാൻ ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സേന സജ്ജരെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു. വെടിനിർത്തൽ ശാശ്വതമെന്നും ഇസ്രായേൽ സേന താത്കാലികമായി ലെബനനിൽ തുടരുമെന്നും US പ്രതിനിധി ആമോസ് ഹോക്സ്റ്റെയിൻ പറഞ്ഞു. വെടിനിർത്തലിനെ ഇറാൻ സ്വാഗതം ചെയ്തു. ലെബനന് നേരെയുള്ള ഇസ്രായേൽ ആക്രമണത്തിന് അറുതിയുണ്ടാകുമെന്ന വാർത്ത ആശ്വാസകരമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. ചരിത്രപ്രധാന നിമിഷമെന്ന് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ലോയ്ഡ് ഓസ്റ്റിൻ. വെടിനിർത്തലിന് ശേഷം ആക്രമണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വെടിനിർത്തൽ നിലവിൽ വന്നതോടെ തെക്കൻ ലെബനനിൽ നിന്ന് പലായനം ചെയ്ത ജനങ്ങൾ തിരിച്ചെത്തി തുടങ്ങി. വാർത്ത പുറത്തുവന്നതോടെ ലെബനനിൽ എങ്ങും ആഘോഷം തുടങ്ങി. ഇന്റർനാഷണൽ ഡെസ്ക് 24. മറ്റൊരു പ്രധാന റിപ്പോർട്ട് ഇപ്പോൾ വരുന്നത് വിമാനങ്ങൾക്ക് നേരെയുണ്ടായ വ്യാജ ബോംബ് ഭീഷണിയിൽ നടപടിയുമായി കേന്ദ്ര സർക്കാർ. ഭീഷണികൾ കൈകാര്യം ചെയ്യുന്നതിന് ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി പ്രോട്ടോകോൾ നിർബന്ധമാക്കിയതായി കേന്ദ്ര സഹമന്ത്രി മുരളീധർ മോഹോൾ പറഞ്ഞു. രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസ് MPക്ക് നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. ബൽറാം, എന്തൊക്കെയാണ് ഇക്കാര്യത്തിൽ കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ തീരുമാനങ്ങൾ, നീക്കങ്ങൾ?
വിജയകുമാർ, കഴിഞ്ഞ 2 മാസങ്ങളിലായി രാജ്യത്തെ വിവിധ വിമാന കമ്പനികൾക്ക് ലഭിച്ച ഭീഷണി ഏതാണ്ട് 400-ലേറെ ഭീഷണി സന്ദേശങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിലും മറ്റുമായി ലഭിച്ചത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ചോദ്യം രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസ് MP ഉന്നയിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി ഭീഷണികൾ കൈകാര്യം ചെയ്യുന്നതിനായി ശക്തമായ പ്രോട്ടോകോളുകൾ നിർബന്ധമാക്കി എന്നാണ് മറുപടി നൽകിയിരിക്കുന്നത്. ഭീഷണികൾ കൈകാര്യം ചെയ്യാൻ വിശദമായ ഒരു പദ്ധതി ബോംബ് ത്രെറ്റ് കണ്ടിജൻസി പ്ലാൻ നിലവിലുണ്ട് എന്നും BTCPയുടെ ഭാഗമായി എല്ലാ വിമാനത്താവളങ്ങളിലും ബോംബ് ത്രെറ്റ് അസസ്മെന്റ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ഇത്തരം ഭീഷണി സന്ദേശങ്ങൾ ലഭിക്കുമ്പോൾ ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ ഈ ഒരു കമ്മിറ്റി ആയിരിക്കും നൽകുക എന്നുമാണ് കേന്ദ്രമന്ത്രി മുരളി മനോഹർ നൽകിയ മറുപടിയിൽ വ്യക്തമാക്കുന്നത്. എന്നാൽ MP-യുടെ ചോദ്യം പ്രധാനമായും ഈ 400-ലേറെ ഭീഷണി സന്ദേശങ്ങൾ വഴി എത്ര നഷ്ടം രാജ്യത്ത് വിമാന കമ്പനികൾക്ക് ഉണ്ടായി എന്നുള്ളതായിരുന്നു. അതിന്റെ കണക്കുകളായിരുന്നു ആദ്യ 2 ചോദ്യങ്ങളായി ഉന്നയിച്ചിരുന്നത്. ഈ 2 ചോദ്യങ്ങൾക്കും എന്നാൽ കേന്ദ്ര സർക്കാർ മറുപടി നൽകാൻ തയ്യാറായിട്ടില്ല. വിജയകുമാർ. ഇപ്പോൾ KM ഷാജി മാധ്യമങ്ങളെ കാണുന്നു തത്സമയ സംരക്ഷണം. രൂക്ഷമായ വിമർശനങ്ങൾ ഞാൻ നിയമസഭയിലകത്ത് ഉയർത്തുകയുണ്ടായി. അദ്ദേഹത്തിന്റെ മകളെക്കുറിച്ച് ഉള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. ആ പശ്ചാത്തലത്തിൽ 2020 ഒരു ലോ അഡ്വൈസ് തട്ടിക്കൂട്ടിയിട്ടാണ് ഹൈക്കോടതിയിലേക്ക് ഈ കേസ് പോകുന്നത്. ഹൈക്കോടതിയിൽ നിന്ന് ഈ കേസ് വലിച്ചെറിഞ്ഞിട്ട് പിന്നെയും സുപ്രീം കോടതിയിലേക്ക് പോയിട്ട് ഈ കേസിനെ വലിച്ചു നീട്ടിയത് സർക്കാരിനുണ്ടായിട്ടുള്ള അമിതമായ ചെലവ്, വെറും പകയുടെ, വിദ്വേഷത്തിന്റെ, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരെ അങ്ങോട്ട് നശിപ്പിച്ചു കളയാമെന്ന് വിചാരിക്കുന്ന ഒരുതരം മനോവൈകൃതത്തിന്റെ ഒരു പ്രതിഫലനമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കെജ്രിവാളിന് വിഷയത്തിൽ കോടതിയിൽ വന്നിട്ടുള്ള EDയുടെ സോളിസിറ്റർ ജനറലാണ് ഈ എന്റെ കേസിൽ. അദ്ദേഹത്തിന്റെ പേര് അഡ്വക്കേറ്റ് SB രാജു എന്നാണ്. അദ്ദേഹമാണ് കെജ്രിവാളിന്റെ കേസിൽ ഹാജരായിട്ടുള്ളത്. ഒരു EDയുടെ വക്കീലായ ആളാണ്. അതേസമയത്ത് സർക്കാരിന്റെ വക്കീലായിട്ട് വന്നിരുന്നത് നീരജ് കൗളാണ്. നീരജ് കൗൾ 5 തവണയാണ്, നിങ്ങൾക്ക് മീഡിയക്കാർക്ക് നീരജ് കൗളിന്റെ റേറ്റ് ചോദിച്ചാൽ മനസ്സിലാവും എത്രയാണ് സുപ്രീം കോടതിയിൽ അദ്ദേഹത്തിന്റെ റേറ്റ്. 5 തവണ ഏകദേശം 1.5 കോടി രൂപയോളം സർക്കാർ സുപ്രീം കോടതിയിലെ ഈ ദുർവ്യായത്തിന് വേണ്ടി മാത്രം, അല്ലെങ്കിൽ ഈ വളരെ മോശപ്പെട്ട എക്സർസൈസിന് വേണ്ടി മാത്രം ചെലവഴിച്ചിട്ടുണ്ട്. ഇത് ജനങ്ങളുടെ പണമാണ്, എന്ന് വെച്ചാൽ എന്റെ കൂടെ പണമാണ്. സത്യത്തിൽ സർക്കാർ ഇതിനകത്തൊന്നും ചെയ്യേണ്ട കാര്യമില്ല. തോറ്റമ്പിയിരിക്കണം, അതൊക്കെ വിട്ടേക്ക്. KM ഷാജി മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഇന്നലെ +2 കോഴക്കേസിൽ സുപ്രീം കോടതി ഹൈക്കോടതി വിധി ശരിവച്ചിരുന്നു. കൂടുതൽ അന്വേഷണം വേണ്ട എന്ന ഹൈക്കോടതി ഉത്തരവ് ശരിവച്ചിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ ഹർജി തള്ളി, EDയുടെ ഹർജിയും തള്ളി. അതിനോടാണ് KM ഷാജി പ്രതികരിച്ചത്. ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. ശബരിമലയിൽ 18ാം പടിയിലെ പോലീസുകാരുടെ വിവാദ ഫോട്ടോഷൂട്ടിൽ തൽക്കാലം കടുത്ത നടപടി വേണ്ടെന്ന് തീരുമാനം. പോലീസ് ഉദ്യോഗസ്ഥർക്ക് KAP 4 ബറ്റാലിയനിൽ 4 ദിവസത്തെ കഠിന പരിശീലനവും 10 ദിവസം ശബരിമല പരിസരം വൃത്തിയാക്കലും ശിക്ഷയായി ശുപാർശ ചെയ്യും. പോലീസ് റിപ്പോർട്ട് നാളെ സമർപ്പിക്കുമെന്ന് ADGP ഹൈക്കോടതിയെ അറിയിച്ചു. 18ാം പടിക്ക് പുറംതിരിഞ്ഞ് ഫോട്ടോഷൂട്ട് നടത്തിയ സംഭവത്തിൽ പോലീസുകാർക്കെതിരെ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള കടുത്ത നടപടികൾ ഉണ്ടാവില്ല. ശിക്ഷാ നടപടി എന്നോണം 25 പോലീസുകാരെയും 4 ദിവസം KAP 4 ബറ്റാലിയനിൽ കഠിന പരിശീലനത്തിനയക്കും. പിന്നാലെ 10 ദിവസം ശബരിമല പരിസരം വൃത്തിയാക്കണം. ഈ ജോലി ചെയ്യുന്ന വിശുദ്ധി സേനയ്ക്കൊപ്പം പ്രവർത്തിക്കണമെന്നാണ് നിർദ്ദേശം. അവധിയിൽ പോയിരുന്ന പോലീസുകാരെ തിരികെ വിളിപ്പിച്ച് ADGP വിശദീകരണം തേടിയിരുന്നു. സന്നിധാനം സ്പെഷ്യൽ ഓഫീസർ നൽകിയ റിപ്പോർട്ടിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ശുപാർശ. റിപ്പോർട്ട് നാളെ ഹൈക്കോടതിയിൽ സമർപ്പിക്കും. ശുപാർശ ഹൈക്കോടതി അംഗീകരിച്ചില്ലെങ്കിൽ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള കടുത്ത നടപടികൾ ഉണ്ടായേക്കും. പോലീസുകാരുടേത് ആചാരലംഘനമെന്നായിരുന്നു ആരോപണം. പടി ഡ്യൂട്ടിക്കായി നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥരാണ് ഉച്ചയ്ക്ക് 1 മണിക്ക് നടയടച്ച ശേഷം 18ാം പടിയുടെ താഴെ മുതൽ വരിവരിയായി നിന്ന് ഫോട്ടോ എടുത്തത്. ഉദ്യോഗസ്ഥരെ അവധിയിൽ നിന്ന് തിരിച്ചു വിളിച്ച് വിശദീകരണം തേടിയതിൽ പോലീസ് അസോസിയേഷൻ അതൃപ്തി അറിയിച്ചു. കഠിന ജോലി ചെയ്തവരെ തിരികെ വിളിപ്പിച്ചതിൽ മുഖ്യമന്ത്രിയെ നേരിട്ട് അതൃപ്തി അറിയിക്കും. 24 തിരുവനന്തപുരം. ശബരിമലയിലെ ഇന്നത്തെ ചടങ്ങുകൾ. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിൽ ഇന്ന് സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. UEFA
യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ ഇന്ന് റയൽ മാഡ്രിഡ് ലിവർപൂൾ വമ്പൻ പോരാട്ടം. ആസ്ട്രോവില്ല യുവൻസ് മത്സരവും ഇന്ന് രാത്രി 1:30-നുണ്ട്. ചാമ്പ്യൻസ് ലീഗിൽ വീണ്ടും ഒരു റയൽ മാഡ്രിഡ് ലിവർപൂൾ പോര്. 2018-ലെയും 2022-ലെയും ഫൈനൽ ഉൾപ്പെടെ സമീപകാല മത്സരങ്ങളിലെല്ലാം ജയം റയലിനൊപ്പമാണ്. എന്നാൽ ലിവർപൂളിന്റെ നിലവിലെ ഫോമിൽ പലതും നടക്കുമെന്ന ഫുട്ബോൾ പണ്ഡിറ്റ്സിന്റെ പ്രവചനം. 36 ടീമുകൾ മത്സരിക്കുന്ന ഇത്തവണത്തെ ചാമ്പ്യൻസ് ലീഗിൽ സമ്പൂർണ്ണ ജയമുള്ള ഒരേ ഒരു സംഘമാണ് ലിവർപൂൾ. പ്രീമിയർ ലീഗിലും ആർനെ സ്ലോട്ടിന്റെ ചെമ്പട 1-ാം സ്ഥാനത്ത്. റയലിന് മറുപടി കൊടുക്കാൻ ഇതിനേക്കാൾ പറ്റിയ സമയമില്ലെന്നാണ് ലിവർപൂൾ ആരാധകരുടെ പോർവിളികൾ. അതേസമയം പരിക്കും ഫോമില്ലായ്മയുമൊക്കെയായി വലയുകയാണ് നിലവിലെ ചാമ്പ്യന്മാരായ റയൽ മാഡ്രിഡ്. 4 കളികളിൽ 2-ൽ തോറ്റു. ലാലിഗയിലും 1-ാം സ്ഥാനത്തല്ല. റോഡ്രിഗോയ്ക്ക് പിന്നാലെ സൂപ്പർ താരം വിനീഷ്യസ് ജൂനിയർ കൂടി പരിക്കേറ്റ് പുറത്തായത് വമ്പൻ തിരിച്ചടിയായി. കിലിയൻ എംബാപ്പെ തന്റെ ക്ലാസ് പുറത്തെടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. മറ്റൊരു മത്സരത്തിൽ എമിലിയാനോ മാർട്ടിനസിന്റെ ആസ്റ്റൺ വില്ല യുവന്റസിനെ നേരിടും. 4-ൽ 3 കളിയും ജയിച്ച ആസ്റ്റൺ വില്ല ഇറ്റാലിയൻ വമ്പന്മാരെയും വീഴ്ത്താമെന്ന പ്രതീക്ഷയിലാണ്. സ്പോർട്സ് ഡെസ്ക് 24. ഇപ്പോഴത്തെ കാലാവസ്ഥാ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. നോക്കാം സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.